എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്കസ്റ്റ് ആൻഡ് ലീസ്റ്റ് കോസ്റ്റ്ലി വേ ആണ്. എന്ത് ചെയ്യണം, നമ്മള് എനർജി സെക്യൂർ ചെയ്യണം, അതുപോലെ തന്നെ എൻവറോൺമെന്റ് ആൻഡ് എക്കണോമിക്കൽ ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബീയിങ് എനർജി എഫിഷ്യൻസി മീൻസ് using less energy for doing the same amount of work while enjoying the same quality of a life. അതായത് ഏറ്റവും കുറവ് എനർജി യൂസ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ നോർമലി എത്രത്തോളം വർക്കാണോ നമ്മൾ ചെയ്യുന്നത് അതേ എമൗണ്ട് ഓഫ് വർക്ക് നമ്മൾ ചെയ്യുക, അതേസമയം എൻജോയ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണോ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് ചെയ്യുക. അതാണ് എനർജി എഫിഷ്യൻസി ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, എ വെൽ ഇൻസുലേറ്റഡ് ഹോം ഹൗസ് ഈസ് മോർ എനർജി എഫിഷ്യന്റ് ബിക്കോസ് ലെസ് ഹീറ്റ് എസ്കേപ്പ് ആൻഡ് ദർഫോർ ലെസ് ഹീറ്റ് നീഡഡ് ടു ബി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കംഫർട്ടബിൾ ലിവിംഗ് എൻവറോൺമെന്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് ഹൗസ് ആണ് ഉള്ളതെങ്കിൽ അതിന് കുറച്ചും കൂടി എനർജി എഫിഷ്യന്റ് ആണ്. കാരണം എന്നാ, അതിൽ വരുന്ന ഹീറ്റ് പുറത്തു പോകാം. ഈ ഇൻസുലേറ്റഡ് ഹൗസ് ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഹീറ്റ് ഒരിക്കലും പുറത്തു പോകൂല. അപ്പം കോൾഡ് ക്ലൈമറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൈമറ്റുള്ള വീടൊക്കെ ആണെങ്കിൽ അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്ക് അപ്പൊ ഇതിലെ ഹീറ്റ് എസ്കേപ്പ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അത് എന്താക്കും, തണുപ്പിൽ നിന്നൊക്കെ തണുപ്പ് കാലങ്ങളിൽ രക്ഷിക്കാൻ ഈ ഒരു ഇൻസുലേറ്റഡ് ഹൗസ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇൻ കോൾഡ് ക്ലൈമറ്റ് റീജിയൻ എ സൂപ്പർ ഇൻസുലേറ്റഡ് ആൻഡ് എയർ ടൈറ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഓഫൺ കോൾഡ് എ passive house use only 10 to 25 of the active heating energy that is needed to heat an average new residential building. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പാസീവ് ഹീറ്റിംഗ് ഹൗസിനെ പറ്റി. പാസീവ് ഹൗസിനെ സൗത്ത് ഫേസിംഗ് ഗ്ലാസസ്, വിൻഡോസ് ഒക്കെ വെച്ചിട്ടുള്ള വീടുകളാണ് ഈ സൗത്ത് ഫേസിംഗ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അത്ര ഇൻസുലേറ്റഡ് ആൻഡ് എയർ ടൈറ്റഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് യൂസ് ഓൺലി 25% ഓഫ് ദി ആക്റ്റീവ് ഹീറ്റിംഗ് എനർജി. ആക്റ്റീവ് ഹീറ്റിംഗ് എനർജിന്റെ 25% എനർജി മാത്രമേ സാധാരണ ബിൽഡിങ്ങിനെ അപേക്ഷിച്ചിട്ട് അത് എടുക്കുന്നുള്ളൂ. ഓക്കെ, situation a building with a large window spacing south towards disguised shade by means of trees provided in the summer prevents the sun from warming the house. അപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ലാർജ് വിൻഡോസ് ഉള്ള വീടുകള് ട്രീസിന് ഷെയ്ഡിന് കണക്കാക്കി വെക്കുകയാണെങ്കിൽ വേനൽക്കാലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സണ്ണിന്റെ ചൂടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ നമുക്ക് തരും. Organizing information and awareness combined towards increasing energy efficiency in building. Lack of awareness and information on energy consumption and cost, people are often not aware that they are wasting energy. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി എന്താന്ന് വെച്ചാല് എഫിഷ്യൻസി കൂട്ടാനുള്ള ഇൻഫർമേഷൻ കൂട്ടുക, അതുപോലെ അവയർനെസ് കൊടുക്കുക. കാര്യം ഈ ജനങ്ങൾക്ക് അറിയില്ല, ഇത് അവര് യൂസ് ചെയ്യുന്ന എനർജി കൂടുതലാണ്, ഇത്ര വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. അപ്പൊ അവരിലേക്ക് നമ്മൾ അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് എനർജി എഫിഷ്യൻസി കൂട്ടാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം കാണുന്നത് ഒരു പാസീവ് സോളാർ ഹീറ്റിംഗ് ഉള്ള ഒരു ഫിഗറാണ്. അതിൽ നിങ്ങൾക്ക് കാണാം സമ്മർ, വിന്റർ, സൺലൈറ്റിന്റെ ഡയറക്ഷൻ
ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലേക്ക് പോയ ചൂട് തിരിച്ച് പുറത്തേക്ക് വരില്ല. പക്ഷെ ഇപ്പുറത്തെ റൂഫ് വിൻഡോവും കൊടുത്തിട്ടുണ്ട്. അതായത് സമ്മർ സീസണിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഹോട്ട് എയറിനെ നമുക്ക് ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് കളയാവുന്നതാണ്. ഈ റൂഫിൻ അതുപോലെ തന്നെ വിന്റർ സീസണിൽ എന്തായിരിക്കും, ലൈറ്റ് കിടക്കുകയും വിന്റർ സീസണിലാണെങ്കിൽ ആ വിൻഡോ വഴി ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാൽ തെർമൽ മാസ് ബ്ലാക്ക് വാൾ സ്റ്റോർ ദി സൺ ഹീറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഉള്ളിലേക്ക് വരുന്ന ഹീറ്റിനെ എന്താക്കും, ഈ ഹൗസിനുള്ളിലുള്ള പിന്നെ കോൺക്രീറ്റും ടൈൽസും സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും, വിന്ററിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ പാസീവ് സോളാർ ഹീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഡിസൈൻ അതാണ്. നെക്സ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, ഹാബിറ്റ്സ് പീപ്പിൾ ആർ ഇൻ ദി ഹാബിറ്റ് ഓഫ് ലിവിംഗ് ലൈറ്റ്സ് ഓൺ, നോട്ട് അഡ്ജസ്റ്റിംഗ് ഹീറ്റിംഗ് ആൻഡ് യൂസിംഗ് ഓർഡിനറി ഓവൻസ് ഈവൻ ത്രൂ ദേ കൺസ്യൂം മോർ എനർജി ദാൻ മൈക്രോവേവ് ഓവൻ. അതായത് ആളുകള് വെറുതെ ലൈറ്റ് ഇട്ട് വെക്കുക, വെറുതെ ഫാൻ ഇട്ട് വെക്കുക, അങ്ങനെയുള്ള ഹാബിറ്റ്സ് കൊണ്ട് കുറെ എനർജി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ പിന്നെ മൈക്രോവേവ് ഓവൻ ആണെങ്കിൽ അതിന്റെ ഹീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വെക്കുമ്പോൾ അങ്ങനെയും കുറെ എനർജി വേസ്റ്റ് ആവും. അപ്പൊ അത്തരത്തിലുള്ള ശീലങ്ങൾ മാറ്റാം, എന്നാൽ എനർജി എഫിഷ്യൻസി കുറച്ചും കൂടി കൂട്ടാൻ പറ്റും എന്ന് പറയുന്നത്. ലൈറ്റ് സെൻസേഴ്സ് have a photoelectric sensor that measure from illumination can be set in building to respond to specific light condition which can be reduce energy consumption. അപ്പോൾ ലൈറ്റ് സെൻസർ ഫിക്സ് ചെയ്യുക, ഒരു ലൈറ്റിന്റെ മേലെ വേറൊരു ലൈറ്റ് വരുമ്പോഴത്തേക്ക് എന്താവും, ബിൽഡിങ്ങിൽ അത് സെൻസ് ചെയ്യും, അത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. The sensor can turn individual lights on or off and can also operate a continuous dimming system. അപ്പോൾ സെൻസറിന് ഇൻഡിവിജ്വൽ ലൈറ്റ് ഒക്കെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഡിമ്മിങ് സിസ്റ്റം എന്ന് വെച്ചാൽ ഡിമ്മിങ്, മങ്ങുക, ലൈറ്റിന്റെ ബ്രൈറ്റ്നെസിന്റെ ഇതിലെ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത്, ഇൻ വിന്റർ ദി സൗത്ത് ഫേസിംഗ് ബിൽഡിംഗ് ഓറിയന്റേഷൻ അബ്സോർബ് ആൻഡ് സ്റ്റോർ സോളാർ എനർജി, thus reducing the need to use electric or glass fed heat. അപ്പൊ വിന്റർ സീസണിൽ സൗത്ത് ഫേസിംഗ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് സോളാർ എനർജി സേവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹീറ്റ് ഇതിന്റെ പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി ഒരു പരിധിവരെ സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റിട്രോഫിറ്റിംഗ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആൻഡ് റീപ്ലേസിംഗ് എനർജി കൺസ്യൂമിംഗ് എക്യുപ്മെന്റ് ആർ ക്രിട്ടിക്കൽ ഫോർ ഇംപ്രൂവിംഗ് എനർജി എഫിഷ്യൻസി. റിട്രോഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രകാശ് എന്നാണ് മീനിങ്. അപ്പൊ റിട്രോഫിറ്റിംഗ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളെ ഈ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹൗസിനുള്ളിൽ ആദ്യം ഉണ്ടാക്കിയ കാര്യങ്ങളെ ആഡ് ചെയ്യുക. അപ്പം ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളെ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളതും അതുപോലെ തന്നെ റീപ്ലേസിങ് എനർജി കൺസ്യൂം എക്യുപ്മെന്റ് എന്ത് ചെയ്യുക, കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നതുണ്ടെങ്കിൽ, അതായത് പഴയതായി പോയ മെഷീൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാൻ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് റീപ്ലേസ് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് വെക്കുക. അപ്പൊ ആ മെത്തേഡും എനർജി എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ പറയുന്നത്, മാക്സിമൈസ് ദി
use of windows and full glass exterior wall, often covered in a heat deflection glaze, to allow a natural lighting into building interior workspace while minimizing the heat gain that might normally result. So നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ വിൻഡോസിന്റെ യൂസ് കൂട്ടുക, അത് മാക്സിമൈസ് ആൻഡ് ഫുൾ ഗ്ലാസ് എക്സ്റ്റീരിയർ വാൾസ്, ഗ്ലാസ് കൊണ്ടുള്ള എക്സ്റ്റീരിയർ വാൾസ് ഓഫൺ കവേർഡ് ഇൻ എ ഹീറ്റ് ഡിഫ്ലക്റ്റിംഗ് ഗ്ലേസ്, അതായത് ഗ്ലേസ് കൊണ്ട് കവർ ചെയ്തിരിക്കണം. അപ്പം ഹീറ്റ് അധികം കടത്തിവിടാത്ത രീതിയിലുള്ളതാണ് ഈ ഡിഫ്ലക്റ്റിംഗ് ഗ്ലേസ് എന്ന് പറയുന്നത്. ടു അലൗ എ നാച്ചുറൽ ലൈറ്റിംഗ് ടു ബിൽഡിംഗ് ഇന്റീരിയർ വർക്ക് സ്പേസ്, ചൂട് കുറയുകയും ചെയ്യും, നാച്ചുറൽ ലൈറ്റിന് ഇട്ട് നമുക്ക് വർക്ക് സ്പേസിലേക്ക്, നാച്ചുറൽ ലൈറ്റ് ഇതിനുള്ളിൽ ചൂട് കുറയുകയും ചെയ്യും, നമുക്ക് നാച്ചുറൽ ലൈറ്റിനെ നമ്മളെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പം അത് കുറച്ചും കൂടി നല്ല എന്ത് ക്രിയേറ്റ് ചെയ്യും, എൻവറോൺമെന്റൽ സിറ്റുവേഷൻ, എൻവറോൺമെന്റ് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അതും എനർജി എഫിഷ്യൻസി കൂട്ടാനുള്ള നല്ലൊരു മെത്തേഡാണ്. നെക്സ്റ്റ് പറയുന്നത് sandwich of rigid foam plastic insulating between two panels of plywood which act as a super insulating material increasingly used for residential and light commercial building is a structural insulated panel used in floors, walls and roof make the building energy efficiency. അപ്പം സാൻഡ്വിച്ച് ഓഫ്, അതായത് ഒരു റിജിഡ് ഫോം പ്ലാസ്റ്റിക് നമ്മൾ ഈ രണ്ട് ഫ്ലൈവുഡ് പാനലിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയി ആക്ട് ചെയ്യും. ഇത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്ലോറില്, വാളില്, റൂഫിലൊക്കെ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ടു മേക്ക് എ ബിൽഡിംഗ് എനർജി എഫിഷ്യൻസ്, ബിൽഡ് എനർജി എഫിഷ്യൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കിന് രണ്ട് പ്ലൈവുഡ് പാനലിന്റെ ഇടയിൽ സാൻഡ്വിച്ച് മാതിരി ഇടയിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചെയ്യുന്നതും എനർജി എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഓൺ സൈറ്റ് ജനറേഷൻ ഓഫ് എ റിന്യൂവബിൾ എനർജി ത്രൂ സോളാർ പവർ ആൻഡ് ബയോമാസ് ക്യാൻ മേക്ക് എ ബിൽഡിംഗ് എനർജി എഫിഷ്യന്റ്. സോളാർ, ഫോട്ടോവോൾട്ടാനിക് സെൽ ആൻഡ് തെർമൽ സിസ്റ്റം ആൻഡ് ബയോഗ്യാസ് പ്ലാന്റ്, അതായത് എവിടെയാണോ നമ്മളൊരു ബിൽഡിംഗ് ഫോം ചെയ്യുന്നത് അവിടെ നിന്നുള്ള റിന്യൂവബിൾ എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എനർജി റിസോഴ്സ് ആണ് സോളാർ പവറും ബയോഗ്യാസും. അപ്പൊ സോളാർ എനർജി യൂസ് ചെയ്യാൻ സോളാർ പാനൽ വെക്കുക, എന്നിട്ട് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് എന്തുണ്ടാക്കുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോ അതിൽ സോളാർ വോൾട്ടാ സെല്ലും അതുപോലെ തന്നെ തെർമൽ സിസ്റ്റം ആൻഡ് ബയോഗ്യാസ് പ്ലാന്റ്സ്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ്സ് നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, അറിയാവുന്നതാണ്. സോ അങ്ങനെ നമുക്ക് റിന്യൂവബിൾ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ദ ലൈറ്റിംഗ് പവർ ഡെൻസിറ്റി LPD ഇൻ ദി building interior, exterior and parking areas shall be reduced by minimum 10% in India as per ECBC, Energy Conservation Building Code, the most effective way to ensure that energy efficiency is achieved. The light power density എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ്, അത് ഒരു മെഷർമെന്റ് ആണ്. ഈ ഫ്ലോറിലെ അല്ലെങ്കിൽ നമ്മൾ ഒരു റൂമിലേക്ക് എത്രമാത്രം ലൈറ്റ് എനർജി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഒരു റൂമിൽ ലൈറ്റിന് എനർജി സേവ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് ലൈറ്റ് പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡേ ടൈമിൽ നന്നായിട്ട് വെളിച്ചം വരുന്ന റൂമിലാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരില്ല, സാധാരണ നമ്മള് ഇലക്ട്രിക് ബൾബും ട്യൂബ്സും ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് അവിടെ എന്തുണ്ടാകാം, ഇലക്ട്രിക് എനർജി അതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ബിൽഡിങ്ങിനെ നമുക്ക് എനർജി എഫിഷ്യൻസി, അത്തരത്തിലുള്ള ബിൽഡിങ് നമ്മൾക്ക് എന്താ പറയാ, എനർജി എഫിഷ്യന്റ് ആണെന്ന് പറയാം. അതായത് നല്ല വെളിച്ചം കാറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കാറ്റ് കിട്ടുവാണെങ്കിൽ ഫാന് കറക്കണ്ട, പിന്നെ ലൈറ്റ് ഉണ്ടെങ്കിൽ
പകലൊന്നും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണ്ട. അപ്പൊ അങ്ങനെയുള്ള ബിൽഡിംഗ് നമുക്ക് എന്താ നല്ലോണം എനർജി എഫിഷ്യന്റ് ആന്ന് പറയാം. എനർജി കൺസർവേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനർജി കൺസർവേഷൻ കോഡ് എന്ന് പറഞ്ഞാല് അത് 2007 വന്നതാ. അത് എന്താന്ന് വെച്ചാല് ഒരു ബിൽഡിങ്ങില് അവര് മിനിമം ഇത്ര എനർജി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അവര് പറയുന്ന എമൗണ്ടിനേക്കാളും കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എത്രത്തോളം വെളിച്ചം നമുക്ക് പകലിനെല്ലാം നല്ല ബിൽഡിങ്ങിനുള്ളിൽ കിട്ടുന്നുണ്ടോ, അപ്പൊ അത്രത്തോളം നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇലക്ട്രിക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ എനർജി എഫിഷ്യൻസി ബിൽഡിംഗ് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്, ഗുണം എന്ന് പറയുന്നത്. Passive design technique for building and climate such as white roof, sun shading and natural ventilation can also achieve a significant cooling. അപ്പോൾ പാസീവ് ഡിസൈൻ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഓരോ ക്ലൈമാറ്റിനനുസരിച്ച് അപ്പം ഭയങ്കര കൂളിംഗ് ക്ലൈമാറ്റ് ആണെങ്കിൽ, കോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഹീറ്റ് നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിട്ട് സൗത്ത് ഫേസിങ് വാൾസ് ഒക്കെ വെച്ച് ഹീറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് ഈ ഹൗസിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസുലേറ്റിംഗ് വാളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹീറ്റിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂട്ടാനും പറ്റും. അപ്പൊ അതാണ് പാസീവ് ഡിസൈൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലോ, ഇത് തണുപ്പുള്ള കാലാവസ്ഥ പറഞ്ഞാൽ, ഇനി ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലോ ആണെങ്കിൽ ഹീറ്റ് കൂടും. അപ്പോൾ എന്താക്കുക, ട്രീസും പിന്നെ സൗത്തിൽ ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ തണൽ വരും. അപ്പൊ അങ്ങനെ ഉള്ള കുറെ മെത്തേഡ്സും തണൽ വരുമ്പോൾ നമുക്ക് ഹീറ്റ് കുറക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ മെത്തേഡ്സും പിന്നെ അതിന്റെ മേലെ എന്ത് ചെയ്യുക, വെന്റിലേഷൻ കൂട്ടുക. അപ്പോൾ അത്തരം ടെക്നിക്സ്, അതാണ് പാസീവ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, റൂഫ് വൈറ്റ് റൂഫ്, സൺഷെയ്ഡ്, നാച്ചുറൽ വെന്റിലേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൂളിംഗ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കൂളിംഗ് മെത്തേഡ്സ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൂളിംഗ് മെത്തേഡ്സ് ആണ്. ഗവൺമെന്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് എ മച്ച് നീഡഡ് പോളിസി ടു ഇംപ്രൂവ് ദി energy efficiency performance of a critical building components such as windows and heating, ventilating and air condition, HVAC, in order to improve the overall energy performance of a new and existing building. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മുടെ ബിൽഡിങ്ങിന്റെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് പുതിയ കുറെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ്, വെന്റിലേറ്റിംഗ്, കണ്ടീഷനിങ്, ഇതൊക്കെ എന്ത് ചെയ്യണം, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ചും കൂടി പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻസി ബിൽഡിങ്ങിനുള്ളിൽ കൂട്ടാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ ബിൽഡിംഗ് എനർജി പെർഫോമൻസ് ലേബൽ ഓർ സർട്ടിഫിക്കറ്റ് മേഡ് എ മാൻഡറ്ററി. ബിൽഡിംഗ് എനർജീന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആക്കണം. നിർബന്ധമാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എഫക്റ്റീവ് എനർജി മാനേജ്മെന്റ് സിസ്റ്റം ഫോർ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് എനർജി യൂസ് ഇൻ എ ലാർജ് പബ്ലിക് ആൻഡ് commercial building and low cost means with energy efficiency can be increased with reduced energy demand. അപ്പം എനർജി യൂസ് മോണിറ്ററിങ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എന്ത് ചെയ്യുക, എനർജി മാനേജ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, അതായത് പബ്ലിക്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെയുള്ള എനർജി ഡിമാൻഡ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
എനർജി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഗവൺമെന്റ് ഷുഡ് require all building to be covered by energy codes and meet minimum energy performance standard MEPS. There should be strictly enforced and regularly strengthened. എന്താ പറയുന്നതെന്ന് വെച്ചാല് ഗവൺമെന്റ് എന്ത് ചെയ്യുക, നിർബന്ധമാക്കുക എല്ലാ ബിൽഡിങ്ങും വർക്ക് ചെയ്യേണ്ടത് എനർജി കോഡിന്റെ ബേസിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. സോ മിനിമം എനർജി പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അവര് മീറ്റ് ചെയ്തിരിക്കുക. അതായത് മിനിമം എനർജി പെർഫോമൻസ് സ്റ്റാൻഡേർഡിൽ വെച്ചായിരിക്കണം എന്ത് അവരുടെ എല്ലാ വർക്കും നടക്കേണ്ടത്. നടക്കേണ്ടതെന്ന് ഗവൺമെന്റ് എന്താക്കുക, സ്ട്രിക്റ്റ് ആക്കുക. ദ ഷുഡ് ബി സ്ട്രിക്റ്റ് എൻഫോഴ്സ്ഡ് ആൻഡ് റെഗുലർലി സ്ട്രെങ്തൻഡ്. അത് സ്ട്രിക്റ്റ് ആക്കി ഫോളോ ചെയ്യാൻ എല്ലാരെയും എന്ത് ചെയ്യണം, നിർബന്ധിക്കണം. എന്നാലും നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് റൂൾസും റെഗുലേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ എന്താക്കാം, എനർജി സേവ് ചെയ്യാം. പക്ഷെ ഗവൺമെന്റ് ഇങ്ങനത്തെ റൂൾസ് എല്ലാം കൊണ്ടുവരണം. ഓക്കെ. നെക്സ്റ്റ് അപ്രോച്ചസ് ഫോർ ഇംപ്രൂവിങ് എനർജി എഫിഷ്യൻസി ഇൻ ബിൽഡിംഗ്. അതായത് എനർജി എഫിഷ്യൻസി കൂട്ടാൻ എന്തൊക്കെ അപ്രോച്ചസ് എടുക്കണം എന്നാണ് പറയാൻ പോകുന്നത്. ഫോക്കൽ ഏരിയ ടെക്നിക്കൽ അപ്രോച്ച്. അപ്പൊ ഫോക്കൽ ഏരിയ റിഡ്യൂസിങ് ഹീറ്റിംഗ് കൂളിംഗ് heating, cooling, ventilating and lighting loads for a new building or when renovating existing building. ഒരു പുതിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുതുക്കി പണിയുമ്പോൾ ഹീറ്റ് കുറക്കാൻ കൂളിംഗ്, വെന്റിലേറ്റിംഗ് ആൻഡ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ മാറ്റം, എന്തൊക്കെ മെത്തേഡ്സ് അപ്രോച്ച് ചെയ്യാന്നാണ് പറയുന്നത്. അതിന്റെ ടെക്നിക്സ് ആണ് അപ്ലൈ എ ലോക്കൽ ക്ലൈമാറ്റ് സെൻസിറ്റീവ് പാസീവ് ഡിസൈൻ ടെക്നിക്സ് സച്ച് ആസ് ബിൽഡിംഗ് ഫോം, ഓറിയന്റേഷൻ, സർഫസ് കളർ, സൺ ഷെയ്ഡിംഗ്, ബിൽഡിംഗ് envelope situations, air tightness, ventilation, etc. അപ്പോൾ പാസീവ് ഡിസൈൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക such as building form, orientation, surface color, sun shading, building envelope, insulating, air tightness, ventilation, etc. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബിൽഡിങ്ങിന്റെ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഹീറ്റ് കുറക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ വെന്റിലേഷൻ കൊടുക്കണം. നമ്മൾ വൈറ്റ് കളറായിരിക്കണം, ഡാർക്ക് കളർ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഡാർക്ക് കളർ ഹീറ്റിനെ അബ്സോർവ് ചെയ്യാം. അതുപോലെ തന്നെ സൺഷെയ്ഡ് കൊടുക്കുക. പിന്നെ വാട്ടറിന്റെ രാത്രിയിലൊക്കെ ഇത് കിട്ടാൻ വേണ്ടി, കൂളിംഗ് കിട്ടാൻ വേണ്ടി റൂഫിന്റെ മേലെ വാട്ടർ വെച്ച് ഇൻസുലേഷൻ കവർ വെച്ച് മറിച്ച് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസീവ് ഡിസൈൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊന്ന് നമുക്ക് കൂളിംഗ് കിട്ടാൻ പറ്റും. പിന്നെ ഉള്ളത് കൂടുതൽ വെന്റിലേഷൻ കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇൻക്രീസിങ് ദി എഫിഷ്യൻസി ഓഫ് എ എനർജി യൂസിങ് ഡിവൈസ് ആൻഡ് എക്യുപ്മെന്റ്. എനർജി യൂസിങ് ഡിവൈസിന്റെയും എക്യുപ്മെന്റിന്റെയും എഫിഷ്യൻസി കൂട്ടുക. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒപ്റ്റിമൈസിങ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് ടു match actual heating, cooling and light loads. പിന്നെ upgrade or replace a heating, ventilation and air condition system, indoor light, water heating, home appliance and other electric and mechanical devices. അപ്പം സിസ്റ്റം ഡിസൈൻ
സിസ്റ്റത്തിന്റെ ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് വെച്ചാൽ കറക്റ്റ് ഇത്ര ഇതില്, അതായത് പഴകിയ സാധനങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. പിന്നെ upgrade or replacing heating, ventilation and air conditioning system, indoor lighting, water heating, home appliance and other electric മെക്കാനിക്കൽ ഡിവൈസസ്. അപ്പോൾ ഒരു 10 വർഷമായ മാറ്റണം എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും അത് മാറ്റണം, പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി ഒരുപാട് നഷ്ടം ഉണ്ടാവും. കാരണം ചെറിയ കറണ്ടിൽ പോലും വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ പഴയതായാൽ ഒരുപാട് കറണ്ടും എനർജിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഒരുപാട് എനർജി വേസ്റ്റ് ആകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുക. പിന്നെ മാനേജ് എനർജി യൂസ് എ പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ത് ചെയ്യണം, എനർജി മാനേജ് ചെയ്യണം. പിന്നെ മോണിറ്ററിങ്, അനലൈസ് ആൻഡ് അതിന്റെ ടെക്നിക്കൽ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ്, അനലൈസ് ആൻഡ് കൺട്രോൾ എനർജി യൂസ്. അങ്ങനെ എനർജി യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ എസ്റ്റാബ്ലിഷ് എ ന്യൂ മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ്, ലേബൽ ബിൽഡിംഗ് എനർജി പെർഫോമൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് എനർജി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ടു ബിൽഡിംഗ് ഓണേഴ്സ് ടെനറ്റ് എന്ന് വെച്ചാല് അപ്പൊ പുതിയ മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക. ഇത്രയും യൂസ് ചെയ്യുന്നതിന് നമ്മുടെ KSEB ഒക്കെ പറയുന്നുണ്ട് ഇത്ര യൂണിറ്റിന് മേലെ എന്ന് കറണ്ട് എടുക്കരുത്. അത് അതിന്റെ യൂണിറ്റ് മേലെ കറണ്ട് എടുത്താൽ എന്ത് ചെയ്യും, അവര് നല്ല ചാർജ് ഈടാക്കും. അതുപോലെ ചാർജ് ഈടാക്കും. അപ്പം അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവന്നാല് നമുക്ക് ഒരു പരിധി വരെ എന്താക്കാം, ഇതിന്റെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഈ KSEB-ക്കാർ കുറച്ച് യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഓർഗനൈസ് ഇൻഫർമേഷൻസ് ആൻഡ് അവയർനെസ് റൈസിങ് കമ്പാനിയൻസ് എന്ന് വെച്ചാൽ എനർജി സേവ് ചെയ്യുന്ന നമ്മളെ എനർജി സേവ് ചെയ്യേണ്ടതെന്നാണ് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഫോസിൽ ഫ്യൂവൽസും മറ്റ് ഫ്യൂവൽസ് എല്ലാം കാലവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ എത്തിച്ച് പബ്ലിക്കിന് കുറെ കൂടി അവയർനെസ് കൊടുക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഈ എനർജി സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസി ബിൽഡിങ്ങിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് പറഞ്ഞത് ഒരു ബിൽഡിങ്ങിനുള്ളിൽ എനർജി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ